Good morning to all. Today we discussed other terms relating to director. First we move on the independent director. Who's independent director? Independent director means a director other than managing director or whole-time director or a nominee director. Who's independent director? Independent director means other than a managing director or whole-time director or nominee director. That means independent director എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരു കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആയിരിക്കും മാനേജിങ് ഡയറക്ടേഴ്സ്, ഹോൾ ടൈം ഡയറക്ടേഴ്സ്, നോമിനി ഡയറക്ടേഴ്സ് ഒക്കെ. അതർ ദാൻ ഇവർ അല്ലാത്ത ഒരു ഔട്ട്സൈഡ് പേഴ്സണെ പറയുന്നതാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഔട്ട്സൈഡ് പേഴ്സൺ ആയിരിക്കും. ചിലപ്പോൾ ആ ഔട്ട്സൈഡ് പേഴ്സണെ അപ്പോയിൻ്റ് ചെയ്യുന്നത് കോർട്ടോ അല്ലെങ്കിൽ ട്രിബ്യൂണലോ ഒക്കെ ആയിരിക്കും. ഈ ഔട്ട്സൈഡ് പേഴ്സണെ നമ്മൾ ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യാനായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നത്. ആ പേഴ്സണെ പറയുന്നതാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന്. ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർക്ക് ഇറ്റ് ഈസ് എ പേഴ്സൺ ഓഫ് ഇൻറ്റഗ്രിറ്റി, നോട്ട് എ പ്രൊമോട്ടർ ഓഫ് ദ കമ്പനി, നോട്ട് റിലേറ്റഡ് ടു പ്രൊമോട്ടർ, had no precautionary relationship with the company. That means എന്താ പറയുന്നത്, ആ പേഴ്സൺ നേരത്തെ നമ്മൾ പറഞ്ഞു, ആ പേഴ്സൺ ഒരിക്കലും ആ കമ്പനിയുടെ പ്രൊമോട്ടർ ആവാൻ പാടില്ല, നോട്ട് എ പ്രൊമോട്ടർ ഓഫ് ദ കമ്പനി. ദ സെക്കൻഡ് പോയിന്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു പ്രൊമോട്ടേഴ്സ്, അതായത് പ്രൊമോട്ടേഴ്സായിട്ട് ആൾക്ക് റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഉണ്ടാവാനായിട്ട് പാടില്ല. തേർഡ് വൺ പറയുന്നതാണ് കമ്പനി ആയിട്ട് ആൾക്ക് ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാനായിട്ട് പാടില്ല. നെക്സ്റ്റ് പറയുന്നത് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പേഴ്സൺസിനെയായിട്ടോ റിലേറ്റീവ്സിനെയായിട്ടോ ആൾക്കൊരു റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഉണ്ടായിരിക്കാൻ പാടില്ല. കംപ്ലീറ്റ്ലി അയാൾ ആ കമ്പനിയുമായിട്ട് ഒരു ഔട്ട്സൈഡ് പേഴ്സൺ ആയിരിക്കണം. അതിനെയാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ മീൻസ് അതർ ദാൻ മാനേജിങ് ഡയറക്ടർ, ഹോൾ ടൈം ഡയറക്ടർ എക്സെട്ര. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആരാണെന്ന് നോക്കി. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് നമ്പർ ഓഫ് ഡയറക്ടർഷിപ്പ്. അതായത് ഒരു കമ്പനിയിൽ എത്ര ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും, അതിൻ്റെ നമ്പർ എത്രയാണെന്നുള്ളത് നോക്കാണ് നെക്സ്റ്റ് പോർഷനിൽ പറയുന്നത്. നമ്പർ ഓഫ് ഡയറക്ടർഷിപ്പിൽ പറയുന്നത് a person can act as a director, include any alternative directorship in company is limited to 20 at the same time. That means എന്താണ്, ഇപ്പോൾ ഒരു പബ്ലിക് കമ്പനി ഒരു പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മാക്സിമം ഡയറക്ടർഷിപ്പ് എങ്ങനെയായിരിക്കണം, 20 നമ്പേഴ്സിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. നോ പേഴ്സൺ ആഫ്റ്റർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദിസ് ആക്ട് ഷാൽ ഹോൾഡ് ഓഫീസ് ആസ് എ ഡയറക്ടർ, ഇൻക്ലൂഡ് എനി ഓൾട്ടർനേറ്റീവ് ഡയറക്ടർഷിപ്പ് ഇൻ മോർ ദാൻ 20 കമ്പനീസ് അറ്റ് ദ സെയിം ടൈം. അതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഒരു പബ്ലിക് കമ്പനീൻ്റെ കേസസിലാണെങ്കിൽ ദ മാക്സിമം നമ്പർ ഓഫ് ഡയറക്ടർഷിപ്പ് ഇൻ പബ്ലിക് കമ്പനി ഇൻക്ലൂഡ് ഡയറക്ടർഷിപ്പ് ഓഫ് പ്രൈവറ്റ് കമ്പനി ദാറ്റ് ആർ ഐദർ ഹോൾഡിംഗ് ഓർ സബ്സിഡറി ഓഫ് പബ്ലിക് കമ്പനി ഈസ് ലിമിറ്റഡ് ടു 10. ദാറ്റ് മീൻസ് എന്താണ്, ഒരു പബ്ലിക് കമ്പനിയുടെ ഷെയർസാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡയറക്ടർഷിപ്പ് എങ്ങനെയായിരിക്കണം, 10 ആയിരിക്കണം അവിടുത്തെ ഡയറക്ടർഷിപ്പ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡയറക്ടർഷിപ്പ് എങ്ങനെയായിരിക്കണം, ലിമിറ്റഡ് ടു 10 ആയിരിക്കണം. ഇൻ കേസ് ഓഫ് നമ്മൾക്ക് ആ 10 ഉള്ള നമ്പറിൽ എക്സ്ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫർദർ ദ മെമ്പർ ഓഫ് ദ കമ്പനി മേ റെസ്ട്രിക്റ്റ് എബോവ് മെൻഷൻഡ് ലിമിറ്റ് ബൈ പാസിങ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ. അതായത് നമ്മൾക്ക് ഈ ലിമിറ്റിൽ നിന്ന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കമ്പനി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ കമ്പനി സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കാന്ന് പറഞ്ഞു. കമ്പനി ഇങ്ങനെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണമെന്നെങ്കിൽ എനി പേഴ്സൺ ഹോൾഡിംഗ് ഓഫീസ് ആസ് എ ഡയറക്ടർ ഇൻ എ കമ്പനീസ് മോർ ദാൻ ദ ലിമിറ്റ് ബിഫോർ ദ കമൻസ്മെൻറ്റ് ഓഫ് ആക്ട് ഷാൽ ബി വിത്തിൻ ദ പീരീഡ് ഓഫ് 1 year ഫ്രം ദ കമൻസ്മെൻറ്റ്. ദാറ്റ് മീൻസ് എന്താ, നമുക്ക് ഇങ്ങനെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് ഡയറക്ടേഴ്സിൻ്റെ എണ്ണത്തിൽ ചേഞ്ചസ് വരുത്താമെന്ന് പറഞ്ഞില്ല. അങ്ങനെ ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ കമ്പനി കമൻസ് ചെയ്തിട്ട് 1 year എങ്കിലും മിനിമം ആയിട്ടുണ്ടായിരിക്കണം. 1 year കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾക്ക് ഇങ്ങനൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കാനായിട്ടുള്ള റൈറ്റ് കിട്ടുള്ളൂ. അതാണ് പറയുന്നത്. ഇൻ കേസ് ഓഫ് പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എങ്ങനെയായിരിക്കും, 10 ആയിരിക്കും. ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 ആയിരിക്കും. ഇൻ അതർ കേസ് നമുക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ പാസ്സാക്കിയിട്ടുണ്ടായിരിക്കണം. അതേപോടൊപ്പം തന്നെ കമ്പനി ഫോം ചെയ്തിട്ട് 1 year അതെങ്കിലും കമൻസ് ചെയ്തിട്ട് 1 year എങ്കിലും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ടേമാണ് റിട്ടയർമെൻറ്റ് ഓഫ് ഡയറക്ടർ. റിട്ടയർമെൻറ്റ് ഓഫ് ഡയറക്ടർ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 152 സബ്സെക്ഷൻ 6 ഇതേക്കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത്. റിട്ടയർമെൻറ്റ് ഓഫ് ഡയറക്ടറിൻ്റെ കേസസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു കമ്പനിയിൽ ഡയറക്ടേഴ്സിൽ 2/3 ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് ഡയറക്ടർ ആയിരിക്കും അല്ലെങ്കിൽ പെർമനൻറ്റ് ഡയറക്ടർ ആയിരിക്കും.
1/3 ഡയറക്ടേഴ്സ് എങ്ങനെയായിരിക്കും? റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഓരോ വർഷം കഴിയുന്തോറും ആ ഡയറക്ടേഴ്സിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അതായത് അവർ ഫ്ലെക്സിബിൾ ആയിരിക്കില്ല, അവർ ഫ്ലെക്സിബിൾ ഡയറക്ടേഴ്സ് ആയിരിക്കും, ഓരോ വർഷവും ചേഞ്ചസ് വരും. അപ്പോൾ അതാണ് റിട്ടയർമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കേസസിൽ പറയുന്നത്. According to section 152 subsection 6 of the Companies Act 2013, 2/3 of the total directors are liable to retire by rotation, and those directors are called retiring directors. Out of retiring directors, 1/3 of directors is liable to vacate the office. അപ്പോൾ അതാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട് പ്രകാരം പറയുന്നത് നമ്മളുടെ ഡയറക്ടേഴ്സ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, റിട്ടയർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതാണ് പറയുന്നത് 2/3, അതായത് നമ്മുടെ കമ്പനിയിലുള്ള ടോട്ടൽ ഷെയർസിൻ്റെ 2/3 ഓഫ് ഡയറക്ടർഷിപ്പ് ഉള്ള ഡയറക്ടേഴ്സ് അങ്ങനെ തന്നെ ഫിക്സ് ആയിരിക്കും. പക്ഷേ 1/3 ഉള്ള ഡയറക്ടേഴ്സ് ലയബിൾ ടു വെക്കേറ്റ് ദ ഓഫീസ്. അതായത് 1/3 ഉള്ള ഡയറക്ടേഴ്സ് എന്താ ചെയ്യേണ്ടത്? റിട്ടയർമെൻറ്റ് പർപ്പസിന് യൂസ് ചെയ്തിട്ടുള്ള പേഴ്സൺസാണ്. അപ്പോൾ അതാണ് 2/3 ആൾക്കാർ ഫിക്സഡും 1/3 ആൾക്കാർ റിട്ടയർമെൻറ്റ് കമ്പൽസറി ആയിട്ട് നടത്തേണ്ടതാണ്. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഇങ്ങനെ റിട്ടയർമെൻറ്റ് വരുമ്പോൾ, റിട്ടയർ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? അവിടെ ഒരു ഡയറക്ടർ അവിടെ നിന്ന് റിട്ടയർ ആവും. സോ ആളുടെ സ്ഥാനത്തേക്ക് വേറൊരു പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അങ്ങനെ വരുമ്പോൾ കമ്പനി ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും. ആ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ വെച്ചിട്ടായിരിക്കും വേറൊരു പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആസ് എ ഡയറക്ടറായിട്ട് ആ കമ്പനി അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആ ടൈമിലായിരിക്കും. ഇതാണ് പറയുന്നത്. സബ്ജക്റ്റ് ടു ദ ആർട്ടിക്കിൾസ് ഓഫ് ദ കമ്പനി, റിമൈനിങ് ഡയറക്ടേഴ്സ് ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദ കമ്പനി ഇൻ എ ജനറൽ മീറ്റിംഗ് ഫോർ കമ്പ്യൂട്ടിംഗ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആർ എക്സ്ക്ലൂഡഡ്. അതായത് അതാ പറയുന്നത്, അതിൻ്റെ അകത്ത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സും ഇതിൻ്റെ അകത്ത് എക്സ്ക്ലൂഡ് ആയിരിക്കും. അപ്പോൾ റിട്ടയർമെൻറ്റ് ഒന്ന് ഷോർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കമ്പനിയിൽ ഉള്ള ഡയറക്ടേഴ്സിൽ 2/3 പെർമനൻറ്റ് ഡയറക്ടേഴ്സും 1/3 റൊട്ടേറ്റിംഗ് ഡയറക്ടേഴ്സും ആയിരിക്കും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സിന് നമ്മൾ റിട്ടയർമെൻറ്റ് പ്രോസസ്സിന് അപ്ലിക്കബിൾ ആയിരിക്കും. അങ്ങനെ അപ്ലിക്കബിൾ ആയിട്ടുള്ള പേഴ്സൺസിലേക്ക് നമ്മൾ വേറൊരു പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ വെച്ചിട്ടായിരിക്കും. ഇതാണ് റിട്ടയർമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സാണ്. റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ് മെയിനായിട്ട് ഒരു ഡയറക്ടേഴ്സിനെ കമ്പനി റിമൂവ് ചെയ്യുന്നത് 3 പ്രോസസ്സ് വഴിയാണ്, അല്ലെങ്കിൽ 3 റീസൺസ് വഴിയാണ്. A director of the company may be removed before expiring of his period in the following ways. അതായത് ആ കമ്പനിയുടെ ഡയറക്ടർ ചിലപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു 1 ഇയർ ആയിരിക്കും നമ്മുടെ ഡേറ്റ് വന്നിരിക്കുന്നത്. അതിന് മുമ്പ് റിമൂവ് ചെയ്യണമെങ്കിൽ, ഒരു ഡയറക്ടറെ റിമൂവ് ചെയ്യണമെങ്കിൽ സെർട്ടൈൻ കേസസ് ഉണ്ടായിരിക്കും. അങ്ങനെ റിമൂവ് ചെയ്യണമെങ്കിൽ മെയിനായിട്ട് 3 പേഴ്സൺസിനാണ് അതിൻ്റെ റൈറ്റ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് പറയുന്നതാണ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്, സെക്കൻഡ് പറയുന്നതാണ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്, ആൻഡ് തേർഡ് ഈസ് ട്രിബ്യൂണൽ. അതായത് ഈ 3 പേഴ്സൺസിനെ നമ്മുടെ ഡയറക്ടർ ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് റിമൂവ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉള്ളൂ. അപ്പോൾ ഈ 3 പേഴ്സൺസാണ് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ്, ട്രിബ്യൂണൽ ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റിമൂവൽ ബൈ ഷെയർ ഹോൾഡേഴ്സാണ്. അപ്പോൾ റിമൂവൽ ബൈ ഷെയർ ഹോൾഡേഴ്സ് കമ്പനീസ് ആക്റ്റിൽ പറയുന്നത്, അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട് 2030 സെക്ഷൻ 160 ഈസ് എക്സ്പ്ലെയിൻഡ് റിമൂവൽ ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത്, the shareholders of a company, by passing a ordinary resolution at their general meeting, remove a director before the expiry of his period of office. However, the shareholders cannot remove the following type of directors. അതായത് ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട്, നമ്മുടെ ജനറൽ മീറ്റിങ്ങിൽ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് ഡയറക്ടേഴ്സിന് അവരുടെ എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അത് ഷെയർ ഹോൾഡേഴ്സിനുള്ളൊരു റൈറ്റാണ്. പക്ഷേ ചില സിറ്റുവേഷൻസിന്, അതായത് ഫോളോയിങ് ടൈപ്സ് ഓഫ് ഡയറക്ടേഴ്സിന് ഇങ്ങനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് ആരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എ ഡയറക്ടർ അപ്പോയിൻറ്റഡ് ബൈ ദ ട്രിബ്യൂണൽ അണ്ടർ സെക്ഷൻ 242. അതായത് ട്രിബ്യൂണലാണ് ഒരു ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനെ അവരെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. സെക്കൻഡ് കാറ്റഗറി പറയുന്നതാണ് എ ഡയറക്ടർ ഇലക്റ്റഡ് ബൈ പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അണ്ടർ സെക്ഷൻ 163. അതായത് ഡയറക്ടർ നമ്മൾ എലക്ട് ചെയ്തിരിക്കുന്നത് ഒരു പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ്റെ, അതായത് ആ കമ്പനിയിലുള്ള എല്ലാ ഷെയർ ഹോൾഡേഴ്സും കൂടിയാണ് ഒരു പേഴ്സണെ എലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് പ്രപ്പോർഷൻ നോക്കിയിട്ട് നമ്മുടെ ഭൂരിഭാഗം ആൾക്കാരുടെ വോട്ടിംഗ് വഴിയാണ് ഡയറക്ടർ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്,
എന്താ പറയുന്നത്, ഫസ്റ്റ് നമുക്ക് ഒരു ഷെയർ ഹോൾഡേഴ്സിന് ആ പേഴ്സണൽ ആ ഡയറക്ടറെ റിമൂവ് ചെയ്യണമെങ്കിൽ എ സ്പെഷ്യൽ നോട്ടീസ് ഇസ് റിക്വയർഡ് ഫോർ ദ റെസൊല്യൂഷൻ ഫോർ റിമൂവൽ ഓഫ് ഡയറക്ടർ ഓർ അപ്പോയിൻറ്റഡ് അതർ ഡയറക്ടർ ഇൻ ഹിസ് പ്ലേസ്. അതായത് നമ്മൾ ഒരു സ്പെഷ്യൽ നോട്ടീസ്, നമ്മളൊരു ഡയറക്ടർ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്പെഷ്യൽ നോട്ടീസ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതേ ടൈമിൽ ഈ നമ്മൾ ഒരു സ്പെഷ്യൽ നോട്ടീസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നോട്ടീസ് നമ്മൾ ആർക്ക് അയച്ചു കൊടുക്കണം, ആ മെമ്പേഴ്സിനും കൂടി ഈ നോട്ടീസ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഡയറക്ടേഴ്സിന് നമ്മളൊരു സ്പെഷ്യൽ നോട്ടീസ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നോട്ടീസ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുകയും വേണം. അതേപോലെ തന്നെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ വെച്ചിട്ട് ഈ ഡയറക്ടർ ഉള്ളപ്പോൾ അത് വായിച്ച് കേൾപ്പിക്കുകയും വേണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡയറക്ടറിനെ നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം അതിൻ്റെ അകത്ത് റിട്ടേൺ ചെയ്യാൻ വേണം. ആ റിട്ടേൺ ചെയ്യുന്ന ഡോക്യുമെൻറ്റ് ഒരിക്കലും നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന റീസണബിൾ റേറ്റിനേക്കാളും എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. ദാറ്റ് മീൻസ് ഷോർട്ടായിട്ടായിരിക്കണം അതിൻ്റെ റീസൺ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കേണ്ടത്. ഇൻ കേസ് ഓഫ് നമ്മൾ അതർ പേഴ്സൺസിന് റെപ്രസെൻറ്റേറ്റീവ്സിന് നമ്മൾ നോട്ടീസ് സെൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ വെക്കുമ്പോൾ ആ മീറ്റിങ്ങിൽ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് റീഡ് ചെയ്ത് കേൾപ്പിക്കുകയും വേണം. അതേപോലെ ആ ഡയറക്ടർ അത് കേൾക്കുകയും അതിൻ്റെ അകത്ത് സൈൻ ചെയ്യുകയും വേണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡയറക്ടർ റിമൂവ് ചെയ്യുമ്പോൾ എന്താണ്, അവിടെ ഒരു വേക്കൻസി വരാണ് ചെയ്യുന്നത്. ആ വേക്കൻസി വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ജനറൽ മീറ്റിങ്ങിൽ വെച്ച് തന്നെ നമ്മളൊരു വേറൊരു ഡയറക്ടറെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യും. ഇൻ കേസ് ഓഫ് നമ്മുടെ പ്രീവിയസ് ഡയറക്ടറിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഒരു ന്യൂ ഡയറക്ടറിനെ നമ്മൾ ആ ജനറൽ മീറ്റിങ്ങിൽ വെച്ച് തന്നെ അപ്പോയിൻറ്റും ചെയ്യും. അപ്പോൾ ഇതാണ് ഷെയർ ഹോൾഡേഴ്സിൽ പറഞ്ഞത്. ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ് ഉണ്ട് ഒരു ഡയറക്ടറെ റിമൂവ് ചെയ്യാനായിട്ടുള്ളത്. പക്ഷേ അങ്ങനെ റൈറ്റ് ഉണ്ടെങ്കിലും 2 റീസൺസിൽ അവർക്കത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒന്ന് ട്രിബ്യൂണൽ വഴിയാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് ഇലക്ട് ചെയ്തിരിക്കുന്നത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി സെക്കൻഡ് കാറ്റഗറി വരുന്നതാണ് ബൈ ദ ട്രിബ്യൂണൽ. By the tribunal പറയുന്നത് any member of the company who complains that the affairs of the company have been or being conducted in manner prejudicial to the public interest or in the manner prejudicial or oppressive to him or any other members or in a manner prejudicial interest of the company. That means എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഏതെങ്കിലും ഒരു മെമ്പർ ട്രിബ്യൂണലിന് ഒരു കേസ് ഫയൽ ചെയ്യുകയാണ്. ആ കമ്പനിയിൽ ഡയറക്ടർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്താണ്, പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റിനായിട്ട് പ്രജുഡീസ് ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അവിടെ നടക്കുന്നതെന്നുള്ളത് ആ കമ്പനിയിലെ ഏതെങ്കിലും ഒരു മെമ്പർ കംപ്ലയിൻസ് ട്രിബ്യൂണലിലേക്ക് പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റ് ചെയ്ത കാര്യം കറക്റ്റ് ആണെന്ന് ട്രിബ്യൂണലിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രിബ്യൂണലിന് എന്തുണ്ട്, റൈറ്റ് ഉണ്ട് റിമൂവ് ദ ഡയറക്ടർ ടു ദ കമ്പനി. അപ്പോൾ അതാണ് പറയുന്നത് റിമൂവൽ ബൈ ദ ട്രിബ്യൂണലിൽ പറയുന്നത് എനി പേഴ്സൺസ് എനി മെമ്പേഴ്സ് ട്രിബ്യൂണലിൻ്റെ അടുത്ത് പറയുകയാണ് അല്ലെങ്കിൽ കോർട്ടിനോട് പറയുകയാണ് ആ ഡയറക്ടർ ആ കമ്പനിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ പബ്ലിക് ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണെന്ന്. ആ എഗെയിൻസ്റ്റ് ആയിട്ടാണെന്ന് പറയുന്ന കാര്യങ്ങൾ കോർട്ട് അന്വേഷിച്ചിട്ട് റൈറ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ട്, കോർട്ടിന് ആ ഡയറക്ടറെ റിമൂവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് റിമൂവൽ ബൈ സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിലും പറയുന്നത് ഈ ട്രിബ്യൂണലിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതാണ് പറയുന്നത് കമ്പനി ഏതെങ്കിലും ഒരു പേഴ്സൺസ് ആ കമ്പനിയിൽ ഏതെങ്കിലും ഒരു മെമ്പർ പറയുകയാണ് പബ്ലിക് ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് കമ്പനിയിലെ ഡയറക്ടേഴ്സ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെമ്പേഴ്സിനെ റിമൂവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇങ്ങനെ റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിബ്യൂണലിന് ഒരു ഓർഡർ പ്രൊവൈഡ് ചെയ്യും, അപ്ലൈ ചെയ്യും, ട്രിബ്യൂണലിനോട് അപ്ലൈ ചെയ്യും. ഇൻ കേസ് ഓഫ് ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ട്, നിങ്ങളത് അന്വേഷിച്ചിട്ട് കറക്റ്റ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ മാനേജിങ് ഡയറക്ടറിനെ അല്ലെങ്കിൽ മാനേജേഴ്സിനെ അല്ലെങ്കിൽ ആ കമ്പനിയിലെ അതർ ഡയറക്ടേഴ്സിനെ ഡയറക്ടർഷിപ്പിൽ നിന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റൈറ്റ് ട്രിബ്യൂണലിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അങ്ങനെ ട്രിബ്യൂണലിന് എന്ത് ചെയ്യാം, ആ കമ്പനിയിലെ ഡയറക്ടറിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് എന്താണ് റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സിൽ മെയിനായിട്ട് 3 കാറ്റഗറിയാണ് വരുന്നത്. ഒന്ന് ഷെയർ ഹോൾഡേഴ്സ്, സെക്കൻഡ് ട്രിബ്യൂണൽ ആൻഡ് തേർഡ് വൺ ഈസ് സെൻട്രൽ ഗവൺമെൻറ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് വെക്കേഷൻ ഓഫ് ഓഫീസ് ഓഫ് ഡയറക്ടേഴ്സ്.
അപ്പോൾ അതായത് വെക്കേഷൻ ഓഫ് ഓഫീസ് ഓഫ് ഡയറക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സെക്ഷൻ 167 ദ ഓഫീസ് ഓഫ് ഡയറക്ടേഴ്സ് ഷാൽ ബിക്കം വേക്കൻറ്റ് ഇൻ കേസ്. അതായത് നമ്മുടെ ഡയറക്ടേഴ്സ് എപ്പോഴാണ് ഓഫീസിൽ വേക്കൻ്റ് ആവുന്നത്, അവരുടെ പ്ലേസ് എപ്പോഴൊക്കെയാണ് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നത് എന്നുള്ള സിറ്റുവേഷൻസ് ആണ് ഇതിൻ്റെ അകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് വൺ നമുക്ക് പറയാം, ഹി ഇൻക്വയർ എനി ഓഫ് ദ ഡിസ്ക്വാളിഫിക്കേഷൻ സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 164. 164 സെക്ഷനിൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? 164 നമ്മൾ മെയിൻലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്? ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ദ ഡയറക്ടേഴ്സിന് ഉണ്ടാകുന്ന ഡിസ്ക്വാളിഫിക്കേഷനാണ് സെക്ഷൻ 164 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതെന്തൊക്കെയാണ് ഡിസ്ക്വാളിഫിക്കേഷൻ? എന്തൊക്കെയാണ് മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതെന്ന് ഓർമ്മയുണ്ടോ? എന്തൊക്കെയായിരുന്നു അത്? അതായത് ഡയറക്ടർ അൺസൗണ്ട് മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഹി ഹാസ് ഇൻ ഡിസ്ചാർജ് ഇൻ ഇൻസോൾവെൻ്റ് ആണെന്നുണ്ടെങ്കിൽ, പേഴ്സൺ ഈസ് ഓൾറെഡി ഡയറക്ടർ ഇൻ അതർ കമ്പനി, അങ്ങനെ കുറച്ച് സിറ്റുവേഷൻസ് മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്ക്വാളിഫിക്കേഷൻ അണ്ടർ സെക്ഷൻ 164 എന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ വരുമ്പോഴെന്താണ്, അവിടെ ഒരു വേക്കൻസി ഉണ്ടായിരിക്കും, വേറൊരു പേഴ്സൺ അപ്പോയിൻറ്റ് ചെയ്യുന്നത് വരെയും അവിടെ ഒരു വേക്കൻസി ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? He is incurred any of the disqualification specified in section 164 like insolvent, unsound mind, etc. Next is, he is absent him from the meeting of the board of directors held during the period of 12 months with or without seeking leave of absent of the board. That means എന്താ പറയുന്നത്, നമ്മുടെ കമ്പനിയിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യില്ല. അങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന ടൈമിൽ ആ പേഴ്സൺ ഡയറക്ടർ ആബ്സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ആൾ ഓൾറെഡി ലീവ് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും, എന്നാലും ലീവ് അപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ പേഴ്സൺ 12 months ആയിട്ട് കണ്ടിന്യൂസ്ലി ആബ്സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? വേക്കൻസി ഉണ്ടായിരിക്കും. അപ്പോൾ ഹീസ് ആബ്സെൻറ്റ് ഹിം ഫ്രം ദ മീറ്റിംഗ് ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് held during a period of 12 months with or without seeking leave of absent of the board. അതായത് ആബ്സെൻറ്റീസം ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി 12 months ആയിട്ട് കണ്ടിന്യൂസ്ലി ആളെന്താണ് ലീവ് ആണെന്നുണ്ടെങ്കിൽ അതും ഒരു വേക്കൻ്റ് ആവാനുള്ള ചാൻസസ് ആണ്. നെക്സ്റ്റ് പറയുന്നതാണ്, ഹീസ് ഫെയിൽ ടു ഡിസ്ക്ലോസ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ എനി കോൺട്രാക്ട് ഓർ അറേഞ്ച്മെൻറ്റ് ഇൻ വിച്ച് ഹീസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇൻട്രസ്റ്റ്. അതായത് ആളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിലോ, അതായത് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇൻട്രസ്റ്റിലോ എന്തെങ്കിലും കോൺട്രാക്റ്റിലേക്ക് ആളെ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെയുള്ള അതർ ഡയറക്ടേഴ്സിൻ്റെ അടുത്തോ മെമ്പേഴ്സിൻ്റെ അടുത്തോ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പേഴ്സണെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക? വേക്കൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഹീസ് ഫെയിൽ ടു ഡിസ്ക്ലോസ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ അതർ കോൺട്രാക്ട് ഓർ അറേഞ്ച്മെൻറ്റ് ഇൻ വിച്ച് ഹീസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇൻട്രസ്റ്റഡ്. നെക്സ്റ്റ് പോയിൻ്റാണ്, ഹി ആക്ട് ഇൻ contravention of the provision of section 184 relating to entering into contract or arrangement in which he is directly or indirectly interested. ദാറ്റ് മീൻസ് എന്താണ്, ആ ഡയറക്ടർ പേഴ്സണൽ ഇൻട്രസ്റ്റിൽ എന്തെങ്കിലും പ്രൊവിഷൻസിലേക്ക് അല്ലെങ്കിൽ കോൺട്രാവെൻഷനിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പേഴ്സണൽ ഇൻട്രസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും എന്തുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്? വേക്കൻസി ഓഫ് ഓഫീസ് ഓഫ് ഡയറക്ടേഴ്സ്. അത് ഒരിക്കലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പേഴ്സണൽ ഇൻട്രസ്റ്റിൽ ചെയ്യാൻ പാടില്ല. ആസ് എ ആക്ട് ആൻഡ് ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യുന്ന ടൈമിൽ ഒരിക്കലും നമ്മൾ പേഴ്സണൽ ഇൻട്രസ്റ്റിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ കമ്പനിക്ക് വേണ്ടിയിട്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഡീഫോൾട്ട് എന്തെങ്കിലും വരുത്താണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? അവിടെ കമ്പനിയിലെ ഡയറക്ടറിലൊരു വേക്കൻറ്റ് പൊസിഷൻ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നതാണ്, നമ്മുടെ കോർട്ടിൽ എന്തെങ്കിലും കേസ് ഡയറക്ടേഴ്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കേസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ആൾ ടെർപ്രിറ്റ് ആണെന്നോ അല്ലെങ്കിൽ ആൾ എന്തെങ്കിലും ഇൻട്രസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ അറിയുന്ന സിറ്റുവേഷൻസിൽ നമ്മൾക്ക് അവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒരു വേക്കൻസി അവിടെ ക്രിയേറ്റ് ആവും. ദാറ്റ് മീൻസ് കോർട്ട് എന്തെങ്കിലും കേസസിൽ അതാണ് പറയുന്നത്, he should be vacant of the office when if he is filed an appeal against the order of such court. അതായത് കോർട്ട് അയാളുടെ പേരിൽ എന്തെങ്കിലും അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ സിറ്റുവേഷനിലും എന്തുണ്ടാവും? അവിടെ ഒരു വേക്കൻസി ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് വെക്കേഷൻ ഓഫ് ഓഫീസ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് റൈറ്റ് ഓഫ് പേഴ്സൺസ് അതർ ദാൻ റിട്ടയറിംഗ് ഡയറക്ടേഴ്സ് ടു സ്റ്റാൻഡ് ഓഫ് ഡയറക്ടർഷിപ്പ്. അതായത് റിട്ടയറിംഗ് ഡയറക്ടേഴ്സ് അല്ലാത്ത പേഴ്സൺസിൻ്റെ കാര്യമാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. റൈറ്റ് ഓഫ് പേഴ്സൺസ് അതർ ദാൻ റിട്ടയറിംഗ് ഡയറക്ടേഴ്സ് ടു സ്റ്റാൻഡ് എ ഡയറക്ടർഷിപ്പ്.
പിന്നെ അത് പറഞ്ഞ് ഇഫ് എനി പേഴ്സൺ ഹൂ ഈസ് നോട്ട് എ റിട്ടയറിംഗ് ഡയറക്ടർ ഇൻറ്റൻഡഡ് ഹിംസെൽഫ് ടു പ്രപ്പോസ് ആസ് എ ഡയറക്ടർ ഓർ സം മെമ്പേഴ്സ് ഇൻറ്റൻഡഡ് ടു പ്രപ്പോസ് ഹിസ് ആസ് എ ഡയറക്ടർ. അപ്പം നമ്മൾ പറഞ്ഞു ഒരു പേഴ്സൺ റിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ വേക്കൻസി ഒക്കെ പ്രൊവൈഡ് ആവുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ആ വേക്കൻ്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് അവിടുത്തെ ഏതെങ്കിലും ഒരു മെമ്പറിന് ആ പൊസിഷൻ ഏറ്റെടുക്കാനായിട്ടുള്ള അധികാരമുണ്ട്. അപ്പോൾ ആ പേഴ്സൺ എന്നിട്ടാണ് പ്രപ്പോസ് ചെയ്യാണ്, ഞാൻ ഡയറക്ടറായിട്ട് ആക്ട് ചെയ്ത ആളാണ്, ആൾ തന്നെ പ്രപ്പോസൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആണ് പറയുന്നത് ഇഫ് എനി പേഴ്സൺ ഹൂ ഈസ് നോട്ട് റിട്ടയറിംഗ് ഡയറക്ടർ ഇൻറ്റൻഡഡ് ടു ഹിംസെൽഫ് ടു പ്രപ്പോസഡ് ആസ് എ ഡയറക്ടർ, ആൾക്ക് തന്നെ പ്രപ്പോസൽ വയ്ക്കാൻ ഞാൻ ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യാമെന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ദെൻ സച്ച് എ പേഴ്സൺ ഷാൽ ഗീവ് നോട്ടീസ് ടു കമ്പനി അറ്റ്ലീസ്റ്റ് 14 days ബിഫോർ ദ മീറ്റിംഗ് ഈസ് രജിസ്റ്റേർഡ് ഓഫീസ് അലോങ് വിത്ത് ദ ഡെപ്പോസിറ്റ് ഓഫ് റുപ്പീസ് 1 lakh ഓർ സച്ച് ഹയർ എമൗണ്ട് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അതായത് നമ്മൾ ഒരു മീറ്റിംഗ് വയ്ക്കുക അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസിലേക്ക് നമ്മളൊരു ഡെപ്പോസിറ്റ് എമൗണ്ട് കൊടുക്കില്ല. അപ്പോൾ അത് 14 days മുന്നേ നമ്മൾ ആ പേഴ്സൺ എന്താണ് നമ്മൾ സ്വമേധയാ വന്നിട്ടുള്ള ആ പേഴ്സൺസിൽ ആ പേഴ്സണ് 14 ദിവസം മുന്നേ കമ്പനിയിലേക്ക് ഒരു പ്രപ്പോസൽ വെക്കാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ 1 lakh റുപ്പീസും എന്ത് ചെയ്യണം, അവിടെ കമ്പനിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. ഇപ്പം നമ്മളൊരു വോട്ട് ഒക്കെ ചെയ്യുമ്പോൾ വോട്ടിങ്ങിൻ്റെ ടൈമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അവിടുത്തെ ഇലക്ഷനിൽ നിൽക്കുന്ന നോമിനീസ് ആദ്യം തന്നെ ഒരു എമൗണ്ട് ഇലക്ഷൻ കമ്മിറ്റിയിലേക്ക് കെട്ടിവെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അവർ പറയും ഇത്ര പെർസെൻറ്റേജ് വോട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എമൗണ്ട് റിട്ടേൺ കിട്ടും. ആ പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ ആ പേഴ്സൺ സ്വമേധയാണ് വന്നെങ്കിലും അവിടെ എന്തുണ്ടാ നടക്കും, ഓട്ടോമാറ്റിക്കലി ഒരു എലക്ഷൻ നടന്നിട്ടുണ്ടായിരിക്കും. ആ എലക്ഷൻ്റെ റിസൾട്ടിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ പേഴ്സണെ നമ്മൾ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എലക്ഷൻ നടത്തുന്നതിന് മുന്നായിട്ട് ഈ പേഴ്സൺ 1 lakh റുപ്പീസ് നമ്മുടെ കമ്പനിയിലേക്ക് കെട്ടിവെച്ചിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് എലക്ഷൻ നടത്തിയിട്ട് പോളിംഗ് നടത്തി കഴിഞ്ഞിട്ട് 12 കൂടുതൽ എമൗണ്ട്, അതായത് 12%-നേക്കാളും കൂടുതൽ വോട്ട് ആൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ നമ്മൾ ഫസ്റ്റ് തന്നെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള 1 lakh റുപ്പീസ് ഈ പേഴ്സൺ തന്നെ റിട്ടേൺ ചെയ്യും. ആ പേഴ്സണ് ബിലോ 25% വോട്ടാണ് കിട്ടിയിരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് റിട്ടേൺ ബാക്ക് ചെയ്യില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് റൈറ്റ് ഓഫ് എ പേഴ്സൺ അതർ ദാൻ റിട്ടയറിംഗ് ഡയറക്ടർ ടു സ്റ്റാൻഡ് ഫോർ എ ഡയറക്ടർഷിപ്പിൽ. അതായത് ഒരു ഇൻഡിവിജ്വൽ പേഴ്സണ് വേണമെന്നുണ്ടെങ്കിൽ ആളുടെ പേര് തന്നെ നോമിനേറ്റ് ചെയ്യാം, ഞാൻ ഡയറക്ടറായിട്ട് ആക്ട് ചെയ്തോളാം എന്നുള്ളത് നോമിനേറ്റ് ചെയ്യാം. അങ്ങനത്തെ സിറ്റുവേഷനിൽ കമ്പനിക്ക് 14 days മുന്നേ ആൾ നോട്ടീസ് രജിസ്റ്റർ ചെയ്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റേ ടൈം തന്നെ 1 lakh റുപ്പീസും ആൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു എലക്ഷൻ നടക്കില്ല. ഈ പേഴ്സൺ ആൾ തന്നെ നോമിനേറ്റ് ചെയ്തു, ആ നോമിനേറ്റ് ചെയ്ത ആൾക്ക് എത്രത്തോളം വോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. 25%-നെക്കാളും എബോവ് വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആ എമൗണ്ട് ക്യാഷ് ബാക്ക് കിട്ടും. അതർ കേസസിലാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ക്യാഷ് ബാക്ക് കിട്ടില്ല. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് പറയുന്നത് റെസിഗ്നേഷൻ ഓഫ് ഡയറക്ടർ. റെസിഗ്നേഷൻ ഓഫ് ഡയറക്ടർ മെൻഷൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 169 പ്രകാരമാണ് റെസിഗ്നേഷൻ ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എ ഡയറക്ടർ മേ ബി റിസൈൻ ഫ്രം ഹിസ് ഓഫീസ് ബൈ ഗിവിംഗ് എ നോട്ടീസ് ഇൻ റിട്ടേൺ ടു ദ കമ്പനി ആൻഡ് ദ ബോർഡ് ആൻഡ് ദ കമ്പനി ഷാൽ ബി വിത്തിൻ 13 days ഫ്രം ദ റിസീപ്റ്റ് ഓഫ് നോട്ടീസ് intimate the registrar in the prescribed form and post the information on its website if any. അതാണ് പറയുന്നത് ഒരു ഡയറക്ടർ റിസൈൻ ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ഒരു റിട്ടേൺ നോട്ടീസ് ബോർഡിലേക്ക് 30 ദിവസം മുന്നേ തന്നെ കൊടുത്തിരിക്കണം. അപ്പോൾ ഒരു പേഴ്സൺ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോർഡിലേക്ക് 13 days മുന്നേ തന്നെ ഒരു നോട്ടീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ നോട്ടീസ് അറ്റ് എ ടൈം തന്നെ രജിസ്ട്രാർക്കും ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ സെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒന്നില്ലെങ്കിൽ ബൈ പോസ്റ്റ് വഴി ഇൻഫോർമേഷൻസ് ഹാൻഡ് ഓവർ ചെയ്യാം, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ഇതേക്കുറിച്ച് പറയാം. അതായത് ഞാൻ റിസൈൻ ചെയ്യാനായിട്ട് പോവുകയാണെന്നുള്ള കാര്യം വെബ്സൈറ്റ് വഴിയിലോ അല്ലെങ്കിൽ പോസ്റ്റ് വഴിയോ നമ്മുടെ രജിസ്ട്രാറെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. The fact of the resignation should be placed in the report of directors led in the immediate following in a general meeting by the company. That means ഇപ്പോൾ ഒരു റെസിഗ്നേഷൻ ആൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജനറൽ മീറ്റിങ്ങിൽ ഇമ്മീഡിയറ്റ്ലി ഫോളോ അപ്പ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരിക്കണം. അതായത് ഒരു പേഴ്സൺ പോകുമ്പോൾ അവിടെ എന്താണ്, അവിടെ ഒരു വേക്കൻസി ഓൾസോ ഉണ്ടാവാണ്. സോ അതുകൊണ്ട് തന്നെ ജനറൽ മീറ്റിംഗ് വെച്ചിട്ട് അതിന് എന്തൊക്കെ ഫോളോയിങ്സ് ആണ് എടുക്കേണ്ടതെന്നുള്ളതും കൂടി ഡിസൈഡ് ചെയ്യണം.
And the director should also forward a copy of his resignation along with detailed reason for the resignation to the registrar within 13 days of resignation in such a manner as may be prescribed. അതായത് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഫോർമാറ്റിൽ ആ ഡയറക്ടർ രജിസ്ട്രാർക്ക് എന്തുകൊണ്ടാണ് നമ്മൾ റിസൈൻ ചെയ്യുന്നത് എന്നുള്ള കാരണം, അതായത് ഡീറ്റെയിൽഡ് റീസൺ എന്തുകൊണ്ടാണ് നമ്മൾ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാനുള്ള കാരണം എന്നുള്ളത് അതിൻ്റെ ഡീറ്റെയിൽഡ് റീസൺ വിത്ത് രജിസ്ട്രാർക്ക് 30 ദിവസം മുന്നേ തന്നെ നമ്മൾ റെസിഗ്നേഷൻ ലെറ്റർ ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ റെസിഗ്നേഷൻ്റെ എഫക്റ്റ് എന്നാ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നാണോ നമ്മൾ റെസിഗ്നേഷൻ കമ്പനിയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന ആ ദിവസം മുതൽ നമ്മുടെ റെസിഗ്നേഷൻ്റെ എഫക്റ്റ് വന്നിരിക്കും. ഇൻ കേസ് ഓഫ് നമ്മൾ റെസിഗ്നേഷൻ കൊടുത്തു, ആ റെസിഗ്നേഷൻ കമ്പനി ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഡയറക്ടർ ആളെ എത്രത്തോളം നാൾ ആ കമ്പനിയിൽ ഉണ്ടോ അത്രത്തോളം കാലത്തെ എല്ലാ ലയബിലിറ്റിയും ആളും കൂടി ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ റെസിഗ്നേഷൻ ഓഫ് ഡയറക്ടർ അണ്ടർ സെക്ഷൻ 169 ഓഫ് കമ്പനീസ് ആക്ട് 2013 പറയുന്നത്. ഇതിൻ്റെ അകത്ത് മെയിൻലി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഡയറക്ടർ റിസൈൻ ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി മസ്റ്റ് പ്രിപ്പയർ എ റിട്ടേൺ കോപ്പി ടു ദ ബോർഡ്. Also it will send within 13 days. The director should also forward the copy of his resignation along with the detailed reason for the resignation to the registrar within 13 days of resignation. And the resignation shall be taken the effect from the date on which the notice is received by the company or the date. അപ്പോൾ ഇത് ഇത്രേ പറയുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞ തന്നെ മിസ്സ്, നമ്മളൊരു റെസിഗ്നേഷൻ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ രജിസ്ട്രാർക്ക് നമ്മൾ എന്തുകൊണ്ടാണ് റിസൈൻ ചെയ്യുന്നതെന്നുണ്ട് ഡീറ്റെയിൽഡ് റീസൺ വെച്ചിട്ടുള്ള റെസിഗ്നേഷൻ ലെറ്റർ രജിസ്ട്രാർക്ക് മുന്നേ നമ്മൾ 13 days മുന്നേ അയച്ചിട്ടുണ്ടായിരിക്കണം. അതേപോലെ നമ്മൾ ഈ റെസിഗ്നേഷൻ്റെ എഫക്റ്റ് എന്നാണ് നിലവിൽ വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എന്നാണോ റെസിഗ്നേഷൻ ലെറ്റർ ഫോർവേഡ് ചെയ്തിട്ട് ആ രജിസ്ട്രാറിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ബോർഡിൻ്റെ കയ്യിൽ എത്തുന്ന ആ ഡേറ്റ് മുതൽ നമ്മുടെ റെസിഗ്നേഷൻ അവിടെ വാലിഡ് ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കുറച്ച് ഡയറക്ടറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പിക്സാണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ പറഞ്ഞു. സെക്കൻഡ് നമ്മൾ പറഞ്ഞത് നമ്പർ ഓഫ് ഡയറക്ടർഷിപ്പ് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ റിട്ടയർമെൻറ്റ് ഓഫ് ഡയറക്ടർഷിപ്പ് പറഞ്ഞു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ് അണ്ടർ സെക്ഷൻ 169 ആണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് 3 കാറ്റഗറീസ് ആണ് വരുന്നത്: ബൈ ഷെയർ ഹോൾഡേഴ്സ്, ബൈ ട്രിബ്യൂണൽ ആൻഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് വേക്കൻറ്റ് ഓഫ് ഓഫീസ് ഓഫ് ഡയറക്ടേഴ്സ് അണ്ടർ സെക്ഷൻ 167. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു റെസിഗ്നേഷൻ ഓഫ് ദ ഡയറക്ടേഴ്സ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പിന്നെ നിങ്ങൾ ആൻസർ ചെയ്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻസ്: first question is who is independent director. Second is explain resignation of director. Sorry, spelling ഒരു മിസ്റ്റേക്ക് ഉണ്ട്, റെസിഗ്നേഷൻ ആണ് കേട്ടോ. explain the resignation of director. And third is explain the removal of directors. explain the removal of the directors-ൽ 3 ഹെഡ് വരുന്നുണ്ട്. ആ 3 ഹെഡും ക്ലിയർ ആയിട്ട് എഴുതിയിട്ട് അയക്കുക കേട്ടോ. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്ത് മിസ്സിന് സെൻഡ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ എത്ര എടുക്കുന്നുള്ളൂ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.